നമ്മുടെ നാട്ടിലും സമൂഹത്തിലൊക്കെ രോഗം വർദ്ധിച്ചു വരുന്നു, ഹോസ്പിറ്റൽ വർദ്ധിച്ചു വരുന്നു, ഡോക്ടേഴ്സ് വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ കാരണങ്ങൾ കണ്ടെത്താത്ത കുറേ രോഗികൾ ഉണ്ടായിത്തീരുന്നു. കാരണം എന്നും വേദനയും രോഗവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെ ഡോക്ടേഴ്സിനടുത്തെത്തിക്കുന്നു. ഇതിൽ പുരുഷന്മാരുണ്ട്, വളരെ കൂടുതൽ സ്ത്രീകളുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ കാരണം കണ്ടെത്താൻ ടെസ്റ്റുകൾ ഉണ്ടാകും, അത് എക്സ്റേ ഉണ്ടാവും, അതുപോലെ തന്നെ MRI ഉണ്ടാവും, CT സ്കാൻ ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ അവസാനം ഇവരുടെ ഒന്നും ഒരു ലക്ഷണവും കണ്ടുപിടിക്കപ്പെടുന്നില്ല. അതായത് മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എന്നൊക്കെ പറയുന്ന പോലെ വേദനയും രോഗവും അങ്ങനെ തന്നെ ബാക്കിയാവുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടർക്ക് ശരീരത്തിൽ എവിടെയും കണ്ടെത്താൻ പറ്റാതെ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഇതിൻ്റെ സൂചനകൾ പോകുന്നത്. ഇത്തരം കുറേ രോഗികൾ ആധുനിക സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നതാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ കണ്ടെത്തൽ. കാരണം മനസ്സിലാണ് യഥാർത്ഥ രോഗം. കാരണം സൈക്കോസൊമാറ്റിക് ഡിസീസസ്, മനോജന്യ ശാരീരിക രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ പഴയ കാലത്ത് അവരുടെ പാസ്റ്റിൽ കിടക്കുന്ന ഒരുപാട് വേദനകളോ നിഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഡിപ്രഷനായിട്ട്, അതുപോലെ ഗിൽറ്റ്, സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന കുറ്റബോധമായിട്ട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു വരും. അതുപോലെ തന്നെ ഗ്രീഫായിട്ട് വേദനയും സങ്കടവും സഹിക്കാൻ പറ്റാത്ത ഒരു ഡിപ്രഷനിലേക്കൊക്കെ അവരെ കൊണ്ടുപോകും. ഇതെല്ലാം കൂടെ അവരുടെ ശരീരത്തിലേക്ക്, മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് എവിടെ തടവിയാലും വേദന, എവിടെ അനങ്ങിയാലും രോഗം, എന്ന് എഴുന്നേറ്റാലും പ്രയാസം എന്ന് പറയുന്നിടത്തേക്ക് മുഴുവൻ സമയ രോഗികളായി മാറുന്ന ഒരുപാട് ആളുകളുടെ കഥയാണ്. ഇവിടെ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ പുരുഷന്മാരുടെ സ്വഭാവമായിട്ടും പുരുഷന്മാരുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെയൊക്കെ ആഴവും അതിൻ്റെ മനോഹാരിതയൊക്കെ അനുഭവിച്ചവർ അത് ഇത്തിരി കുറഞ്ഞു വരുമ്പോൾ, സമയം കഴിയുമ്പോൾ പുരുഷന് പ്രത്യേകിച്ച് എല്ലാ കാര്യത്തിലുള്ള മടുപ്പ് പോലെ തന്നെ എല്ലാ ആഭിമുഖ്യത്തിലും എല്ലാ അഭിനിവേശത്തിലും പാഷനിലും പ്രണയത്തിലും സ്നേഹത്തിലും ഒക്കെ കുറവ് വരും. പുരുഷൻ്റെ ഒരു രീതിയാണ്, പ്രകൃതമാണ്. ഇത് സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്നില്ല പലപ്പോഴും. അപ്പോൾ തന്നെ അവൾ എന്തൊക്കെയോ മനസ്സിൽ ഗണിച്ചു വരികയാണ്. തന്നെ സ്നേഹിക്കുന്നില്ല, തന്നോട് ഇഷ്ടം വരുന്നില്ല. അപ്പോൾ തന്നെ ഇപ്പോൾ മുമ്പത്തേലെ പോലെ അല്ല, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടെ അവരുടെ കോൺഷ്യസ് മൈൻഡ് വിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പം അവിടെ രൂപപ്പെടുന്ന ഒരു സഹതാപത്തിനോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തെ തിരിച്ചെടുക്കാനോ പഴയ എൻ്റെ ഇണയെ എനിക്ക് തിരിച്ച് സ്വന്തമാക്കാനോ ഉള്ള മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വേദനയുടെ പുറത്തേക്കുള്ള അടയാളമായിട്ട് ചില രോഗലക്ഷണങ്ങളായിട്ട് വേദനയായിട്ട് പുറത്തു വരുന്നു എന്നാണ്. അത്ഭുതകരമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള, പലരും എന്താ സംഭവിക്കാമെന്നറിയോ, ഇത് രോഗം തന്നെയാണെന്ന് വിചാരിച്ച് ഒരു ഡോക്ടറിൽ നിന്ന് മറ്റൊരു ഡോക്ടറിലേക്ക്, ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക്, ഈ ആശുപത്രികളും ഡോക്ടറുകളും അവരെ ചുറ്റുവട്ടത്ത് അവർക്ക് താങ്ങാൻ പറ്റുന്നതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവർ സ്വീകരിക്കുന്നത് വളരെ അപകടകരമായ മറ്റ് ചില കാര്യങ്ങളാണ്. കാരണം അത്രമാത്രം വിദ്യാഭ്യാസമോ അത്രമാത്രം നമ്മുടെ മാനസിക നിലവാരമോ ഇല്ലാത്ത പലരും മന്ത്രത്തിൽ, അതുപോലെ തന്നെ ഉറുക്ക് നൂല് പോലെയുള്ള വഴിപാട് കാര്യങ്ങളിൽ, ഇതുപോലെ തന്നെ അടിച്ചിറക്കൽ പോലെയുള്ള പ്രാകൃതമായ ചികിത്സകളിൽ ഇങ്ങനെയൊക്കെ പോയി കുടുങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ചൂഷണത്തിന് വിധേയമായിട്ട് മറ്റു പല അപകടകരമായ കുടുംബ പ്രശ്നങ്ങളിലേക്കും പോയ ഒരുപാട് കഥകൾ നമ്മൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്ന് തുടങ്ങി എന്നതാണ്. ചെറിയ ചില കാര്യങ്ങളിൽ നിന്നാണ് സഹോദരിമാരെ ഈ രോഗങ്ങൾ തുടങ്ങുന്നത്, ഈ അപകടം വരുന്നത്. അപ്പോൾ മനസ്സാണ് ഇതിൽ കളിക്കുന്നത്. സ്ത്രീയുടെ മനസ്സെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ പരിലാളിക്കും പോലെ ഒരു ലവ്, സ്നേഹവും ഒരു കെയർ, ഒരു കരുതലും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്റ്റേബിളായ റിലേഷൻഷിപ്പിൻ്റെ ഭാവങ്ങൾ എല്ലായ്പ്പോഴും അവർക്ക് ഈ ഒരു അബലയും ചപലയുമായി ചിലപ്പോൾ തീർന്നേക്കും എന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് പുരുഷൻ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ സ്റ്റേബിൾ ആവാതെ അവരുടെ നല്ല ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മാത്രം ആഗ്രഹിക്കുന്ന, എപ്പോഴും പറഞ്ഞുകൊണ്ടും ചിലപ്പോഴൊക്കെ കരഞ്ഞുകൊണ്ടും പലപ്പോഴും ചിരിച്ചുകൊണ്ടും റിലാക്സ് ആവാനുള്ള മനസ്സുള്ള ആ ഒരു ഇൻറ്റ്യൂറ്റീവായ സ്ത്രീ, മൾട്ടി ടാസ്കിംഗ് ആയ സ്ത്രീ, ഒരുപാട് ഗുണഗണങ്ങളുള്ള നമ്മുടെ സഹധർമ്മിണി അല്ലെങ്കിൽ സ്നേഹധർമ്മിണി, അവരെ പരിരക്ഷിക്കുന്നതിൽ പുരുഷൻ്റെ
ദൈനംദിന ജീവിതവട്ടങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും അവനെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും അവൻ്റെ മേലുള്ള വലിയ സമ്മർദ്ദങ്ങളൊക്കെ ആ ഞെരിഞ്ഞമരലിൽ അവൾ പെട്ടുപോയാൽ പിന്നെ നമുക്ക് പെടാപ്പാടിലേക്ക്, കുടുംബത്തിന്, കുട്ടികൾക്ക് തീരാ നഷ്ടത്തിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. കാരണം പുരുഷൻ്റെ മനസ്സ് പഠിക്കാൻ സ്ത്രീക്ക് എളുപ്പം കഴിയുന്നു. അവൻ്റെ കണ്ണിൽ നിന്ന്, അവൻ്റെ ശരീരത്തിൽ നിന്ന്, അവൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അവൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന്, അവൻ്റെ ടൊണാലിറ്റിയിൽ നിന്ന്, അവൻ്റെ ഹാവഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു ആൻറ്റിനെ പോലെ പിടിച്ചെടുക്കാൻ അവൾക്ക് പ്രത്യേകമായൊരു സഹജബോധമുണ്ട്, ദൈവികമായ സിദ്ധിയുണ്ട്. എന്നാൽ സ്ത്രീയുടെ മനസ്സ് പിടിക്കാൻ പുരുഷൻ പലപ്പോഴും പിന്നിലായി പോകുന്നു എന്നുള്ളിടത്താണ് ഈ കാരണങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടും, മനസ്സ് പഠിക്കാൻ സ്ത്രീക്ക് കഴിയുമ്പം സ്ത്രീയുടെ മനസ്സ് പിടിക്കാൻ പുരുഷന് കഴിയുക എന്നുള്ളതാണ് ഇവിടെ വിജയിക്കാനുള്ള എളുപ്പമാർഗം. അല്ലെങ്കിൽ ഒരു സിമ്പതിയുടെ, ഒരു സഹതാപത്തിൻ്റെ വൈകാരികമായ ആവേശത്തിൽ അവൾ പോയി പെടുന്നത് അവൾ അറിയാതെ, അവർ കരുതിക്കൂട്ടിയോ ബോധപൂർവം അല്ല ഇത്, അബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളിൽ ഇത് അങ്ങനെയായി തീരുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ അനുഭവസ്ഥർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ ഇത് വിചാരിക്കും, എന്താ ഇത് കഥ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. പലപ്പോഴും ഈ മന്ത്രവും ജപവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോലും ഇവരെത്തുന്നത്. ചിലപ്പോൾ സൈക്കോളജിയും സൈക്യാട്രിയും മനസ്സിലാവാതെ നേരെ സൈക്യാട്രിയിൽ ചെന്നെത്തുകയും ചെയ്യും. അവിടെ മരുന്നിൻ്റെ മെഡിക്കേഷനിലേക്കാണ് നേരിട്ട് ഇവർ പ്രവേശിക്കപ്പെടുന്നത്. ഒരു സൈക്കോളജിസ്റ്റ്, സാധാരണ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി സൈക്കോളജിസ്റ്റോ, അതും അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ, അതും കഴിഞ്ഞെത്തേണ്ടതാണ് നമ്മുടെ സൈക്യാട്രി എന്ന് പോലും ഒരുപാട് ആളുകൾക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്നുള്ള അപകടകരമായ അവസ്ഥയിൽ അവസാനം പല തത്രപ്പാടിലും ബന്ധപ്പാടിലും അവരാരൊക്കെയോ പറയുന്നത് കേട്ട് എന്തൊക്കെയോ ചെയ്യുന്നിടത്തേക്ക് കുടുംബത്തിലെ സ്ഥിതിഗതികൾ മാറിപ്പോകുന്നു എന്ന ദൈന്യത, പ്രയാസം, ആ പ്രയാസമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പലപ്പോഴും സംശയത്തിൻ്റെയൊക്കെ മുള പൊട്ടുകയും ആ സംശയം സൈക്കോളജിക്കലായ ഡിസോർഡറിൽ നിന്ന് സൈക്യാട്രിക് ഡിസോർഡറായ പാരനോയിയ എന്ന് പറയുന്ന പോലെ ഒരു ഭ്രാന്ത്, സ്കിസോഫ്രീനിയ ആണെങ്കിൽ അതിൻ്റെ മറുപുറം പാരനോയിയ എന്ന അപകടകരമായ ഒരു ഭ്രാന്തല്ലാത്ത ഭ്രാന്ത് എന്നിടത്തേക്കൊക്കെ എത്തിപ്പോകുന്ന കുടുംബശൈഥില്യവും ഡിവോഴ്സും അതിനപ്പുറമുള്ള പലതും. അപ്പോൾ ഈ അടഞ്ഞു പോകുന്ന മനസ്സ് അവൾക്ക് പങ്കുവെക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് ടോണിക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫാമിലി ട്യൂണൊക്കെ 3 ദിനരാത്രങ്ങളിൽ ഒരുപാട് പ്രായോഗികമായ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ടൈൻമെൻറ്റ് സെഷൻസ് ഉണ്ട്. കുടുംബങ്ങളെ നമ്മൾ പരിചരിക്കുന്ന, അവർക്ക് പരിശീലിപ്പിക്കുന്ന, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അടഞ്ഞു പോകുന്ന മനസ്സുണ്ടല്ലോ, സേഫ്റ്റി വാൽവൊക്കെ അടഞ്ഞാൽ ഒരു പ്രഷർ കുക്കറിന് എന്താ സംഭവിക്കുക? ഇതുപോലെ തന്നെ ഒരു നാൾ അത് പൊട്ടിത്തെറിക്കുകയാണ്. ഇതുപോലെ ആയിത്തീരുന്നു പല സ്ത്രീകളും, കൂടുതലായിട്ട് സ്ത്രീകളാണ്, അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്, പുരുഷന്മാർക്കും ഉണ്ട് ഇത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മളെ പ്രതികരണങ്ങൾ പെട്ടെന്ന് വിശുദ്ധാവസ്ഥയിലാവാതിരിക്കുക, പൊട്ടിത്തെറിക്കാതിരിക്കുക. പ്രത്യേകിച്ചും പുരുഷൻ ക്ഷമയോടെ, അവധാനതയോടെ ആ കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും ചുക്കാനും അതിൻ്റെ നായകസ്ഥാനവും വഹിക്കുന്ന ലീഡർ എന്ന നിലയ്ക്ക് വളരെ സഹനത്തോടെ മുന്നോട്ട് കുടുംബത്തെ, കുട്ടികളെ, സഹധർമ്മിണികളെ കൊണ്ടുപോവുക എന്നതാണ് നമുക്ക് ഏറ്റവും കരുണയായിട്ടുള്ളത്. അവർക്ക് ആ ലൈഫ് ടോണിക് പോലെ കിട്ടേണ്ട നമ്മുടെ മനസ്സറിഞ്ഞ കാതുകൾ, അത് കേൾക്കാൻ 2 കാത് കിട്ടിയാൽ മതി. എന്നാൽ തന്നെ നമുക്ക് മെഡിക്കൽ ബില്ലിൽ ഒരു മാസം 1000 മുതൽ 3000 വരെയൊക്കെ ലാഭം കിട്ടും. അവർക്കത് കേട്ട് കൊടുത്താൽ മതി. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനസ്സറിഞ്ഞ കാതോ മനസ്സില്ലാത്ത കാതോ തേടി അവർ പോകും. അപ്പോൾ പരിഹാരങ്ങളല്ല അവർക്ക് വേണ്ടത്, അത് പരിഹരിക്കാൻ നോക്കരുത്, തിരുത്താൻ നോക്കരുത്, കറക്ഷൻ വരുത്തണ്ട. പുരുഷൻ പെട്ടെന്ന് അതിൻ്റെ പരിഹാരവും തിരുത്തലാണ് നമ്മൾ സ്വാഭാവികമായി കൊടുക്കുക, നമ്മുടെ പ്രകൃതിയാണത്. അവർക്കത് ആവശ്യമില്ല, ഒന്ന് കേട്ടുകൊടുത്താൽ മതി. ലൈഫ് ടോണിക്കായിട്ട് നമ്മുടെ പോക്കറ്റിനെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ. നമുക്ക് കാണാം, വീണ്ടും കേൾക്കാം.